നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പി തീരുമാനം. ജനുവരി 12-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമെന്നാണ് സൂചന. തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതേസമയം പാലക്കാട് കെ സുരേന്ദ്രന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ വിജയാഘോഷത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 11-ന് കേരളത്തിലെത്തും. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാനാണ് ബി.ജെ.പി തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന പ്രഖ്യാപനം നിലനിൽക്കെയാണ് മോദിക്ക് മുൻപേ അമിത്ഷാ എത്തുന്നത്. പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബി.ജെ.പി അംഗങ്ങളെയെല്ലാം ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു മുഴം മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിലൂടെ കൂടുതൽ വിജയം നേടുക എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കൊക്കെ നീങ്ങുന്നു ബി.ജെ.പി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനുവരി 12-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമെന്നാണ് സൂചന. തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. അത്തരത്തിലാണ് ചർച്ചകൾ ഉയരുന്നത്. കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. പാലക്കാട് കെ സുരേന്ദ്രന്റെ പേരാണ് പരിഗണനയിലുള്ളത്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രനായേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ വിജയാഘോഷത്തിനായി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 11-ന് കേരളത്തിലെത്തുമ്പോൾ അന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ള ആ തീയതി അമിത്ഷാ പ്രഖ്യാപിക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബി.ജെ.പി അംഗങ്ങളെയെല്ലാം ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അവരെയെല്ലാം അഭിസംബോധന ചെയ്യുകയും ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.